ഹിന്ദുധർമ്മം വിശാലമാണ്, സ്വതന്ത്രമാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു ചിന്തയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ സ്ഥാനമുണ്ട്. മറ്റ് സംസ്കൃതികളുമായിട്ടുള്ള പരസ്പര ബന്ധവും പരസ്പരമായിട്ടുള്ള സ്വീകാര്യതയും ഒക്കെ ഹിന്ദു സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ സെമറ്റിക് മതങ്ങളെല്ലാം തന്നെ സ്വഭാവത്തിൽ രാഷ്ട്രീയമാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങളിലും. ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്നതും ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണെന്നാണോ പറയുന്നത്? അതിൻ്റെ സംഘടനാ രൂപത്തിൽ അതൊരു രാഷ്ട്രീയ സംവിധാനമാണ്. ആ രാഷ്ട്രീയ സംവിധാനത്തിൽ അപരന് ഇടമില്ല. ഈ സെമിറ്റിക് മതങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇന്നിപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദുത്വം പറയുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് അതൊക്കെ സാമാന്യമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരാളൊരു എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ബാധിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടും. അതൊക്കെ അപ്പോൾ ഉള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വിട്ടിട്ട് അതിന് ഇപ്പം അതിൽ രണ്ട് വ്യത്യാസങ്ങളുള്ളത്. ഇപ്പോൾ ക്രിസ്തു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ ഒരുപാട് ആന്തരികമായ പരിവർത്തനങ്ങൾ വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും മതം അധികാരരൂപം ആർജിക്കുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പർദ്ദ എന്ന് പറയുന്ന ഒരു ഏറ്റവും ഒരു സ്വാതന്ത്ര്യത്തിന് ഭീകരമായൊരു സാധനം, ഇതിന് മുമ്പ് ഇവിടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്ന നാടകം ഉണ്ടായിട്ടുണ്ട്. ഇത് അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ദുർബലരെ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. അതിനെ ഹിന്ദുധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ധാർമ്മിക ആചാര്യന്മാർ ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനെ പരിവർത്തനം ചെയ്യുകയും ചെയ്യും. എല്ലാ ദൗർബല്യങ്ങളും കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. കാരണം ധർമ്മമാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് അതിൽ വരുന്ന വൈകല്യങ്ങളെയൊക്കെ ഈ ധർമ്മം തന്നെ കറക്റ്റ് ചെയ്ത് പോകും. മറ്റുള്ള സ്ഥലങ്ങളിലെന്ന് പറയുന്നത് അതിൻ്റെ ബേസ് അധികാരമായതുകൊണ്ട് അവർ ധർമ്മത്തെ അധികാരത്തിന് വേണ്ടി മാറ്റിവെക്കും. അകത്ത് നിന്നൊരു പരിവർത്തനം വളരെ വളരെ കുറവാണ്. പക്ഷേ ഈ ക്രിസ്തു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യകാലഘട്ടത്തിലെ ഒരു ഭീകരതയ്ക്ക് ശേഷം അവർ മറ്റുള്ള സംസ്കൃതികളെ കൂടുതൽ ഉൾക്കൊള്ളാനും അവർ തുറസിലേക്കും പോയി തുടങ്ങിയിട്ടുണ്ട് കാലം കൊണ്ട്. അപ്പോൾ അങ്ങനൊരു മാറ്റം അവരിൽ വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെൻഷനുകളൊന്നും ഉണ്ടാവില്ല. പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഗോവയിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ആളെയാണ് ഇപ്പോഴും കേരളത്തിൽ പുണ്യവാളനായിട്ട് പല പള്ളികളിലും വെച്ച് ആരാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിലുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടാകും. അവർ തുറസിലേക്ക് പോകുമ്പോൾ അത് തുറസായിട്ട് വരും. അപ്പോൾ പിന്നെ പഴയ കാര്യങ്ങൾ നമ്മളധികം ചിന്തിക്കില്ല. ഇന്ന് നമ്മൾ ഈ ഹിന്ദു അവേക്കനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതലും കണ്ടുവരുന്നത് ഈ പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡ് ഇപ്പോൾ പല ഇതിലും ഡിസ്കഷൻസിലും വരുന്നുണ്ട്. അത് സ്പിരിച്വൽ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിലോസഫിക്കൽ ലൈനല്ല, പക്ഷേ പൊളിറ്റിക്കൽ ഹിന്ദു ആണ് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് അവേക്കനിങ് നല്ലതാണോ? അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻടോളറൻസും അതൊക്കെ കൂടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്? ഈ പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന് കാണപ്പെടുന്ന എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പോലും കാണപ്പെടുന്ന ഒരു ട്രെൻഡാണ്. അതിൽ രാജനൈതികം, ഒരു സമാജത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് രാജനൈതികതയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല ഏത് കാലത്താണെങ്കിലും. ഇപ്പോൾ മാഘം നയിച്ചിരുന്നത് കേരളത്തിൻ്റെ അധികാരികളായിരുന്നു. അവർ ഹിന്ദു ധർമാധ്യക്ഷന്മാരായിരുന്നു. അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും രാജാക്കന്മാർ. ഇപ്പോൾ കാശി രാജാവ് ഒരു ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായിരുന്നു. എല്ലാവരും കാശി രാജാവിൻ്റെ സദസ്യരായിരുന്നു. നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ രാജാവും ഏതാണ്ട് അതേ പൊസിഷനിലാണ്. അവരുടെ രാജ്യം വളരെ ചെറുതാണ്, അധികാരം വളരെ ചെറുതാണ്, പക്ഷേ അവരുടെ ധാർമ്മിക അധികാരം വിപുലമാണ്. അവർ പണ്ഡിതന്മാരാണ്. കാശി രാജാവ് കാശി വിദ്വത് സഭയുടെ അധ്യക്ഷനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ധർമ്മമാണ്, രാജനൈതികവുമാണ് എല്ലാ കാര്യവും. ഇപ്പോൾ മാഘത്തിലാണെങ്കിലും കുംഭത്തിലാണെങ്കിലും ഓരോ വർഷവും അധികാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അവർക്ക് ധാർമ്മിക ഉപദേശം നൽകുന്ന വേദികൾ കൂടിയാണ്. അപ്പോൾ ധർമ്മത്തിൻ്റെ ഒരു സാമാജികമായിട്ടുള്ള രാജനൈതികത ധർമ്മത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഭാഗമാണ്. പിന്നെ അതിൻ്റെ പ്രകടനങ്ങൾ ദേശവും കാലവും അനുസരിച്ചാണ് ഉണ്ടാവുക. ഓരോ ദേശത്തും
ആ ദേശത്തിനനുസരിച്ച് ഓരോ കാലത്തും ആ കാലത്തിനനുസരിച്ച്. അപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദു സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒരു വളരെ തുറന്നതും സ്വാഗതം ചെയ്യുന്നതുമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടിത രൂപത്തിന് അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫ്രിക്ഷനുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഫ്രിക്ഷനുകളെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. ഇപ്പോൾ പുറത്തുനിന്ന് വന്ന മതങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പാഴ്സി മതമുണ്ട്. പാഴ്സി മതവുമായിട്ട് ഭാരതത്തിലെ ഒരു ഹിന്ദു സംസ്കൃതിയിലുള്ള ഒരാളുകളും ഒരു കാലത്തും കലഹിച്ചിട്ടില്ല, ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിന് അതങ്ങനെ പരിചിതമല്ലായിരിക്കാം. പക്ഷേ ഭാരതത്തിൽ അധികാരവും സമ്പത്തും വലിയ രീതിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പാഴ്സി കമ്മ്യൂണിറ്റി. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ മേഖല, ലീഗൽ പ്രൊഫഷണൽസിൻ്റെ മേഖല, ഈ എഗ്രിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ സിറിൽ അമർചന്ദ് മംഗൾദാസൊക്കെയാണ് ഈ എഗ്രിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അദാനി പോർട്ടിൻ്റെയൊക്കെ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അദാനി പോർട്ടിനോ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് അവരായിരുന്നു. അപ്പോൾ അവരൊക്കെ പാഴ്സി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അധികാരത്തിൽ വലിയ സ്വാധീനമുള്ള സമ്പത്തിൻ്റെ ഒരു വലിയ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പാഴ്സികൾ. അവരുമായിട്ട് യാതൊരു കലഹവും ഇവിടെയുള്ള ആളുകൾക്കില്ല. അപ്പോൾ ഈ സെമറ്റിക് സ്വഭാവം ആർജിച്ചുകൊണ്ട് അധികാരത്തെ പിടിച്ചടക്കാനും അപരനെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്തു നിന്നും സ്വാഭാവികമായിട്ടുള്ള ആ പ്രതികരണം വരും. അങ്ങ് റെപ്രസെന്റ് ജുന അഖാഡ എന്ന് പറയുന്നതിൻ്റെ ഒരു ധർമ്മം, ഒരു ആവശ്യം വന്നാൽ ആയുധമെടുത്ത് ഡിഫെൻഡ് ചെയ്യാന്നുള്ള ഒരു ഇതിൽ ഇന്ന് അതിൻ്റെ റെലവൻസ് എങ്ങനെയാണ് സന്യാസി സമൂഹത്തിൽ ജുന അഖാഡയുടെ ഒരു റെലവൻസ് ഇന്നത്തെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് വരുന്നത്? ഇപ്പം സാമാന്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട ആളെ 2 പേര് കയർന്നിട്ട് ഭയങ്കരമായിട്ട് തല്ലുന്നത് കണ്ടു. നിങ്ങളുടെ കയ്യിലൊരു വടിയുണ്ട്, നിങ്ങളെന്ത് ചെയ്യും? പോലീസിനെ വിളിക്കും. അവിടെ അവനുള്ളിൽ തല്ലിക്കൊല്ലും. പോലീസിനെ എവിടെ നിന്ന് വിളിക്കും നിങ്ങൾ? മാറ്റിയിട്ട് പോലീസിനെ വിളിക്കും. അല്ല, പിടിച്ചു മാറ്റിയിട്ടല്ലേ പോലീസിനെ വിളിക്കുക. അപ്പോൾ പിടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പോയി തല്ലുന്നതിനെക്കാട്ടും നല്ലത് പിടിച്ചു മാറ്റും. അല്ല, പിടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാ? അല്ല, പിടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാ? ശക്തി കൊണ്ടാണ്. പിടിച്ചിട്ട് അവർ മാറിയില്ല, നിങ്ങളെ ആക്രമിച്ചാലോ? അതുകൊണ്ടാണ് മലയാളി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അതിൽ ഇടപെടാൻ സൈഡിൽ കൂടെ പോകും. അങ്ങനെ സൈഡിൽ കൂടെ പോകുന്ന ആളുകളല്ല സന്യാസിമാര്. ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ വളരെയധികം ക്രൂരമായി ചില മരണങ്ങൾ ഈ അടുത്തിടയ്ക്ക് നടന്നു. അതുപോലെ വേറെ എവിടെയെങ്കിലും ഇന്ത്യയിലൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പോഴും നാഗസന്യാസിമാർ അതിൽ ഇടപെടും എന്ന് തോന്നുന്നുണ്ടോ? നമ്മളുടെ മുമ്പിലാണ് നടക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് പൊതുവിൽ അതിന് ഒരു ധാർമ്മിക സംവിധാനവും ഇതേ നാഗസന്യാസിമാരുടെയും അതുപോലെ തന്നെ രാമകൃഷ്ണ മഠങ്ങളും ബംഗ്ലാദേശിലുമുണ്ട്, ഇസ്കോണും ബംഗ്ലാദേശിലുണ്ട്. അവരൊന്നും അതിൽ ഇടപെടുന്നില്ല. അല്ല, അവരിടപെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനുള്ള ശക്തിയില്ല. ഇപ്പം ബംഗാളിൽ ടോട്ടൽ ഹിന്ദു പോപ്പുലേഷൻ വളരെ കുറവാണ്. ആ കുറവിൽ നിന്ന് വളരെ കുറവാണ് സന്യാസിമാർ. ഇപ്പം അഖാഡ ഇടപെടുന്നു പറയുന്നത് ജൂന അഖാഡയിൽ 10 ലക്ഷം സന്യാസിമാരുണ്ട്. എല്ലാ അഖാഡകളും ചേർന്ന് 60 ലക്ഷം സന്യാസിമാരുണ്ട്. ടോട്ടൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സൈന്യ സംവിധാനത്തിനേക്കാൾ കൂടുതലാണ് ആ നമ്പർ. അതിന് വേണ്ടിയിട്ടുള്ള സാധനാ ബലമുള്ള സന്യാസിമാരാണ്. അപ്പോൾ കേന്ദ്രീകൃതമായിട്ടൊരു ഇടപെടേണ്ടി വന്നാൽ അത് ഇടപെടാനുള്ള കരുത്ത് ഇപ്പോഴും ആ സംവിധാനത്തിനുണ്ട്. ഒരാവശ്യം വന്ന ഈ 60 ലക്ഷം പേരും ഒരായുധം എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആവശ്യം വന്നാൽ യുദ്ധകാലത്തൊക്കെ ഈ ചൈനീസ് ബോർഡറിലൊക്കെ അതൊക്കെ ശരിക്കും അത് സാധന കൊണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഇതിനകത്തൊന്നും ദൈവികതയോ സിദ്ധിയോ ഒന്നും നിങ്ങൾ കാണണ്ട. ആരാണെങ്കിലും പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണായാമം കൊണ്ടും മറ്റുള്ള രീതിയിലൊക്കെ പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന കാര്യമുള്ളൂ. നമുക്ക് മറ്റുള്ളവരിൽ ദിഗ്ഭ്രമം ഉണ്ടാക്കാം. നിങ്ങൾ ഉണർന്നെണീക്കുന്ന ഒരാൾ ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ ഈ ശ്വാസം കൊണ്ട് തന്നെയും മറ്റുള്ള രീതിയിലുമൊക്കെയുള്ള ശക്തികളുടെ ഉപയോഗം മാത്രമാണ്. പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സാധനാപഥത്തിൽ പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചൈനീസ് പട്ടാളത്തെയും കാര്യങ്ങളിലെയും ഒക്കെ നേരിട്ട് കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കുന്ന ഒരു സമീപനം ആ കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പം അതും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അതിനെ തോൽപ്പിക്കാൻ മാത്രം ഇന്ത്യൻ സൈന്യം കരുത്തരാണ്. ഈ ഓർഗനൈസറിൻ്റെ ഒരു ആർട്ടിക്കിളിൽ സ്വാമിജിനി പറഞ്ഞൊരു വാറിയർ സേജ് എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഇതേ മണ്ണിൽ തൃശ്ശൂരിൽ തന്നെ ഒരു കാലത്ത് ഒരു ഫയർ ബ്രാൻഡ് കോമ്രേഡ് ആയിരുന്നു, ഒരു മാർക്സിസ്റ്റ്
ലീഡറായിരുന്ന ഒരാള് ഈ മഹാമണ്ഡലേശ്വറിലോട്ടുള്ള ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഈ സ്വാമിജി ഒരു അഥീസ്റ്റായിരുന്നോ? എത്തിയിട്ടായിരുന്നു 5ാം ക്ലാസ് തൊട്ട്. ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ഇതൊരു ഒരു പോയിന്റ് വരുമല്ലോ. അത് പോയിന്റ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അതിന് ശേഷം പ്രധാനമായിട്ടും പത്രപ്രവർത്തനത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് പല ആധ്യാത്മിക, ഇപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലിപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ആളുകളുണ്ട്, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കുന്നതിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ആ കേട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി കൊണ്ട് സ്വീകരിക്കാൻ തള്ളിക്കളയാം, അത് വേറെ വിഷയം. അപ്പം അങ്ങനെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നിരവധി ആധ്യാത്മികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും അതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, പല പരിപാടികളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴും പിന്നെ ഞാൻ പൊതുവിൽ യാത്ര ധാരാളം ചെയ്യുന്ന ഒരാളാണ്. ഇന്നത്തെ പോലെ ഒരു യാത്രാ സൗകര്യങ്ങളോ പിന്നെ ATM കാർഡോ മറ്റുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു കാലത്താണ്. അപ്പം അന്നൊക്കെ ഹിമാലയത്തിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആകെ 2 ബസ്സാണ് ഉള്ളത്. ആ 2 ബസ്സിനും ആദ്യം ചില്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് ജൽദി ജാനേവാലി യാത്രി നാ ബൈട്ടെ എന്നാണ്. അതെത്തുമ്പോൾ എത്തുന്നുള്ളതാണ് കണക്ക്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ നടന്നു തുടങ്ങണം ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ. കാരണം അന്ന് വരാനുള്ള ബസ് വരുന്നത് യാതൊരു ഉറപ്പില്ല. അതിനെ കാത്തിരുന്നാൽ ചിലപ്പോൾ ഒരാഴ്ച അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നടന്നാൽ നമ്മളൊരു 10-20 കിലോമീറ്ററെങ്കിലും നടക്കും. ബസ് വന്നാൽ സ്വാഭാവികമായിട്ടും ഒന്ന് കയറി അന്നത്തെ ദിവസം പോകും. അപ്പോൾ അങ്ങനെ പോകുന്നൊരു കാലത്ത് നമുക്ക് പ്രധാനമായിട്ടും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ ആശ്രയിക്കേണ്ടായിരുന്നത് ആശ്രമങ്ങളാണ്. അപ്പോൾ അവിടെ ഇന്നും അന്നും ഒക്കെ നമുക്കൊരു വരുമാനമില്ലാതെയും 2-3 ദിവസം താമസിക്കാം, ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഇവരെ പരിചയപ്പെടുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയോ മറ്റുള്ളതൊന്നുമല്ല. അവിടെ അതൊന്നും ഒരു പ്രശ്നവുമല്ല. പരമ്പരാഗതമായിട്ടുള്ള ആശ്രമങ്ങളിൽ അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. പക്ഷേ അവിടെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഞാൻ അങ്ങയുടെ വീട്ടിൽ വരികയാണെങ്കിൽ ആ വീടിൻ്റെ ഒരു മര്യാദകൾ ഞാൻ ശീലിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മളവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രഭാഷണങ്ങളുടെ സമയത്ത് അവിടെ ചെന്നിരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കണം. ചിലപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ചില പ്രായമായിട്ടുള്ള ആൾ അങ്ങടാണെങ്കിൽ ഞാനും കൂടി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് വരും. അപ്പോഴൊക്കെ ഇവർ സംസാരിക്കുക ഇത്തരം കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും നമ്മൾ അറിഞ്ഞതിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിച്ചതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയായി. എൻ്റെ യുക്തി കൊണ്ടും എൻ്റെ അനുഭവത്തിലും അതാണ് കൂടുതൽ നമുക്ക് സ്വീകാര്യമായത് എന്ന് തോന്നി.